ലക്ഷ്മി ഒന്ന് വാതിൽ തുറക്കോ? പ്രിയേ വാതിൽ തുറക്കൂ. ലക്ഷ്മി വാതിൽ തുറക്കൂ. പ്രിയേ വാതിൽ തുറക്കൂ. ബലദേവനെ അകത്ത് കേട്ടിയല്ലോ, അപ്പൊ എന്നെ എന്താ കേട്ടത്? അപ്പൊ സുഭദ്രയോ? അതെന്താ സുഭദ്രക്ക് എന്താ പ്രശ്നം? ആ എന്റെ അനിയത്തിനെ കൊണ്ട് മോശം പറയണ്ട കേട്ടാ. എനിക്കൊരു കാര്യം അറിയോ? പണ്ട് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്ന സമയത്ത് ഒരു കണ്ണിന് കുഴപ്പമുള്ളൊരു സ്ത്രീയെ സൃഷ്ടിച്ചു. എന്നിട്ട് ആ സ്ത്രീനെ കൊണ്ട് കടലെറിഞ്ഞു. എന്നിട്ട് പാലാഴി മദനം ചെയ്യുന്ന സമയത്ത് ആ സ്ത്രീ ലക്ഷ്മിയായിട്ട് പുറത്തു വന്നു. ആ ലക്ഷ്മിയാണ് ഇപ്പോൾ മഹാവിഷ്ണു കല്യാണം കഴിച്ചത്. ലക്ഷ്മി മെല്ലെ പറയൂ, ആൾക്കാർ കേൾക്കും. ഇങ്ങനെയാണോ ഒരു ഭർത്താവിൻ്റെ അടുത്ത് വർത്താനം പറയാ? എന്നെ എല്ലാവരും കളിയാക്കുന്നു. ഒന്ന് വാതിൽ തുറക്ക്. ഞാൻ 9 ദിവസമായി ഇവിടുന്ന് പോയിട്ട്. നീ എന്നെ കാണാത്തോണ്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് അറിയാം. അപ്പൊ നീ ക്ഷീണിച്ചത് കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല. ലക്ഷ്മി മെല്ലെ പറയൂ, ദാവുജി കേൾക്കും. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും? മതിയായ നിങ്ങളുടെ തർക്കങ്ങൾ. എനിക്ക് രണ്ടുപേരെ ഞാൻ പുറത്താക്കും, എന്നിട്ട് ഞാനും ഇങ്ങോട്ടേക്ക് പോകും. ദാവുജി ഇവിടെ ഒരു പ്രശ്നവുമില്ല. ലക്ഷ്മി ഞാൻ എന്തൊക്കെയാ കൊണ്ടുവന്നതെന്ന് അറിയോ ലക്ഷ്മിക്ക്? ഇവിടെ ഗുലാബ് ജാമുൻ, രസഗുള്ള, പിന്നെ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നീ വാതിൽ അടച്ചിരുന്ന ഇതെങ്ങനെ ഇതൊക്കെ കാണാൻ പറ്റുക? ഒന്ന് വന്ന് വാതിൽ ഓർക്ക് ലക്ഷ്മി. എനിക്ക് നിങ്ങളോടുള്ള ദേഷ്യത്തിന് ഒരു കുറവുമില്ല. എനിക്ക് 7 ദിവസവും ഞാൻ പഴക്കിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല ഞാൻ പറയണൊക്കെ കേൾക്കേണ്ടി വരും. എന്ത് പറഞ്ഞാലും സമ്മതം. ഒന്ന് വാതിൽ ഓർക്ക് ലക്ഷ്മി. ലക്ഷ്മിയുടെ